നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഈ 11 ദിവസത്തിൽ ഇതാ നാം അടുത്ത അധ്യായത്തിലോട്ട് പ്രവേശിക്കുന്നു. ധ്യാനയോഗം, ആത്മസംയമയോഗം. അടുത്ത ശ്രീഭഗവാൻ. ശ്രീഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസി ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ അനാശ്രിത. ശ്രീഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസി ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. വീണ്ടും ശ്രീഭഗവാനുവാച. ഈ അധ്യായത്തിന്റെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭജനം പിന്നീട് ആചാര്യന്മാർ ചെയ്തതാണ്. ഇത് ഇന്ന അധ്യായം, ഇത് വേറൊരു അധ്യായം, ഈ ഓരോ അധ്യായത്തിനും ഓരോ തരത്തിലുള്ളതായിട്ടുള്ള പേരുകൾ, ഇതൊക്കെ പിന്നീടുള്ളതായിട്ടുള്ള വിഭജനമാണ്. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ അർജുനന് വിഷാദം വന്നതായിട്ടുള്ള സമയത്ത് എപ്രകാരമാണ് ഇങ്ങനെ ഓരോരോ വ്യത്യസ്ത ഭാവത്തിലൊക്കെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? ആ ബദ്ധപ്പാടിൽ അർജുനനെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇത്രയും കാവ്യ സൗന്ദര്യവും പദലാളിത്വവും വാക്യങ്ങളുടെ ഘടനയും ശബ്ദ സൗകുമാര്യവും അർത്ഥസമ്പുഷ്ടിയും ഒക്കെ വ്യാസന്റെ കൈകളിലൂടെ വന്നതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന്റെ മഹിമ. സ്വാഭാവികമായിട്ടും വീണ്ടും നാം ഈ അധ്യായം തുടങ്ങുമ്പോൾ ഭഗവാൻ പ്രസ്താവിക്കുന്നത് പോലെ ശ്രീഭഗവാനുവാച. അർജുനന്റെ മനസ്സ് നമ്മളുടെ എല്ലാം മനസ്സ് പോലെ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിനെ കുറിച്ച് ഒരു പ്രത്യേക രൂപത്തിലുള്ളതായിട്ടുള്ള സങ്കല്പം വെച്ച് പുലർത്തിയതായിരുന്നു അന്നും ദ്വാപര യുഗന്ത്യത്തിലും. ഒരു പക്ഷേ ഇത്രയൊക്കെ കേട്ടിട്ടും അർജുനൻ വിചാരിക്കുന്നുണ്ടാവാം, ഇതൊന്നും പോരാ. കാരണം ഈ പറഞ്ഞത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയല്ല. വീണ്ടും നമ്മുടേതായിട്ടുള്ള ഒരു ചിന്ത.
നോക്കിയിട്ടുണ്ടോ? പലരും ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ തന്നെ ഈ ഭഗവത്ഗീത മുതലായിട്ടുള്ള തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് മുമ്പേ പലർക്കും ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതണം, അത് പ്രസിദ്ധീകരിക്കണം. കാരണം അതൊരു ഉപജീവന മാർഗമാകും. അങ്ങനെ പലതും സംഭവിക്കുന്നു. അതായത് ഈ ആശയങ്ങളാൽ അനുഗ്രഹീതമാവുന്നില്ല, അതിനുള്ള ശ്രമം നാം ചെയ്യുന്നില്ല. നമ്മുടേതായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നാം മുന്നോട്ട് പോകുന്നു. അർജുനനും അങ്ങനെ ഇത്രയും ശ്രമിച്ചിട്ടും അർജുനന് പൂർണ്ണമായിട്ടുള്ളൊരു ഭാവം അതൊക്കെ ഉപേക്ഷിച്ചു പോയാലേ ശരിയാവുകയുള്ളൂ. ഈ ഭീഷണിയും വെല്ലുവിളിയും പ്രലോഭനങ്ങളും നിറഞ്ഞതായ കർമ്മരംഗത്ത് ഇരുന്ന് പരമമായ ശാന്തിയെ നേടാൻ സാധ്യമല്ല എന്നൊരു ഭാവന പൂർണ്ണമായിട്ടും അർജുന മനസ്സിൽ നിന്നും പോയിട്ടില്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ അവതരണത്തിലൂടെ വീണ്ടും നാം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ശ്രീകൃഷ്ണൻ തികച്ചും അദ്ദേഹത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ഭാവത്തിലാണ് മഹാഭാരത യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് സന്യാസത്തെക്കുറിച്ചിട്ടുള്ള ഭഗവാന്റെ സമീപനം വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. നേരത്തെ തന്നെ പറഞ്ഞു, ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു. വീണ്ടും ഭഗവാൻ പറയുന്നു, എന്താണ് സന്യാസം? പലരും വിചാരിക്കാറുണ്ട്, എന്നാ ഇപ്പൊ സന്യാസം എടുക്കുക? സന്യാസം എടുക്കാനുള്ളതല്ല, വിടാനാണ്. ഇഷ്ടംപോലെ എടുത്തിരിക്കുന്നു, ഇനി എടുക്കണോ അതും കൂടെ? എന്താണ് യഥാർത്ഥത്തിലുള്ള സന്യാസം? ഇതാ സന്യാസത്തിന്റെ ആധികാരികമായിട്ടുള്ള സത്പുരുഷൻ ശ്രീകൃഷ്ണനിൽ നിന്നും ശ്രീരാമനിൽ നിന്നും പരമശിവനിൽ നിന്നും സന്യാസത്തെ വേർതിരിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? അവരുടെയൊക്കെ ജീവിതചര്യ എന്തായിരുന്നു? എന്നിട്ടും ഇന്ത്യൻ മനസ്സ് എന്നും അവരിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് അർജുന മനസ്സിൽ ഉണ്ടായതായ സംശയത്തെ വീണ്ടും ഭഗവാൻ ദൂരീകരിക്കുകയാണ്. വിപ്ലവാത്മകമായിട്ടുള്ളൊരു സമീപനം. ഏതെങ്കിലും സംഘർഷം വരുമ്പോഴോ, ഭയം ഉണ്ടാവുമ്പോഴോ, സാമ്പത്തികമായിട്ടുള്ള പരാധീനത ഉണ്ടാവുമ്പോഴോ, മാറാരോഗങ്ങൾ വരുമ്പോഴോ, സ്വന്തം വിശ്വസിക്കുന്നതായിട്ടുള്ള ആൾക്കാർ നമ്മെ എതിർക്കുമ്പോഴോ, നമ്മുടെ തന്നെ കുട്ടികൾ നമ്മുടെ ശത്രുക്കളാകുമ്പോഴോ, പൂർണ്ണമായും നാം ശിഥിലമാകുന്ന സമയത്ത് ഓടിപ്പോകേണ്ട ഒരു സ്ഥാനമല്ല സന്യാസം. അങ്ങനെയുള്ള ഭീരുക്കളെ ഈ ആധ്യാത്മികമായിട്ടുള്ള രംഗം സ്വീകരിക്കാൻ പോകുന്നില്ല. നാം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥിതിയിൽ തന്നെ നിന്ന് ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം. അനാശ്രിത കർമ്മഫലം, ആദ്യത്തെ 6-ാം അധ്യായത്തിലെ ശ്ലോകം. കർമ്മഫലത്തെ ആശ്രയിക്കാതെ എന്ന് വെച്ചാൽ കർമ്മഫലത്തിൽ അനാശ്രിത, ആസക്തിയില്ലാതെ, കാര്യം കർമ്മ കരോതിയ, കാര്യം കർമ്മ ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി, അതായത് നാം ചെയ്യാൻ ബാധ്യസ്ഥമായിട്ടുള്ള കർമ്മങ്ങൾ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, അച്ഛൻ എന്ന നിലയിൽ, സഹോദരൻ എന്ന നിലയിൽ, സഹോദരി എന്ന നിലയിൽ, ഒരു അംഗം എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കൊക്കെ വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ, കാര്യം കർത്തവ്യമായിട്ടുള്ളത് എന്നർത്ഥം. കാര്യം കർമ്മ, കർത്തവ്യമായിട്ടുള്ള കർമ്മങ്ങൾ. അപ്പോൾ കർത്തവ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ യഹ കരോതി, ആരാണോ അനുഷ്ഠിക്കുന്നത്. എങ്ങനെ അനുഷ്ഠിക്കുന്നു? അനാശ്രിത, അതായത് കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ. കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ ആരാണോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, കർത്തവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അനാശ്രിത കർമ്മഫല കാര്യം കർമ്മ കരോതിയ, അത് അവരുടെ കർത്തവ്യം അനുഷ്ഠിക്കുകയാണെന്ന് അത്രയേ ഉള്ളൂ.
സന്യാസി സയോഗീജ്, അയാളാണ് സന്യാസി, അയാളാണ് യോഗി. സന്യാസി സയോഗീജ് നിരഗ്നി നക്രിയ. അതല്ലാതെ എല്ലാവിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും വിട്ട് ഞാൻ ഇപ്പോൾ യോഗിയാണ് എന്ന് പറഞ്ഞ് ഒരിടത്ത് മാത്രം ഒരു ക്രിയയും ചെയ്യാതെ ഇരിക്കുന്ന ആളല്ല സന്യാസി. നിങ്ങളിൽ എല്ലാവരിലും സന്യാസം സംക്രമിപ്പിച്ചില്ലേ ഭഗവാൻ? ആലോചിച്ച് നോക്കൂ. ഈ നിമിഷം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കും നമുക്ക് എന്നാണോ ഇതൊക്കെ സാധിക്കുക? എന്നൊന്ന് കാത്തിരിക്കേണ്ട. റിട്ടയർഡ് ആയിട്ട് വേണം ശരിക്കും തുടങ്ങാൻ. നിങ്ങൾ റിട്ടയർഡ് ആവില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് VRS ഒക്കെ വന്നത്. ഇപ്പോ വളണ്ടറി റിട്ടയർ സ്കീം. എന്നാലെങ്കിലും തുടങ്ങും. പക്ഷെ അത് തുടങ്ങുന്ന റിട്ടയർഡാണ് വേറെ ജോലിയിൽ പോവാൻ, അല്ലെങ്കിൽ വേറെ ചില പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് അതിനുവേണ്ടി കാത്തു നിൽക്കണ്ട. കാരണം നമ്മൾ സർവീസിന് റിട്ടയർഡ് ആവണ മുമ്പേ ഈ ലോകത്തിനെ റിട്ടയർഡ് ആവും, ആർക്കറിയാം. അതുകൊണ്ട് ഈ നിമിഷം എത്ര വിപ്ലവാത്മകമായിട്ടുള്ളൊരു സമീപനം നോക്കും. ഇതെല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. ആ അഹങ്കാരത്തിന്റെ ത്യാഗമാണ് സന്യാസം. കർമ്മഫലങ്ങളിൽ ആസക്തിയില്ലാതിരിക്കുന്നതാണ് സന്യാസം. അത് മനസ്സിന്റെ ഒരവസ്ഥയാണ്, ശാരീരികമായിട്ടുള്ള ചിഹ്നങ്ങളല്ല. ആദിശങ്കരന്റെ കാലത്തിന് ശേഷമാണ് പ്രത്യേക യൂണിഫോമും പേരും മറ്റും മാറാനും തുടങ്ങിയത്. കാരണം ബുദ്ധമതത്തിന്റെ സ്വാധീനം കൊണ്ട് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഹൈന്ദവധർമ്മത്തെ അവഗണിച്ചുകൊണ്ട് ബുദ്ധമതത്തെ അനുവർത്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ കാലത്തിന്റെ പ്രവാഹത്താൽ നമ്മുടെ യജ്ഞയാഗാദികൾക്കൊക്കെ ഭംഗം വന്നു. പലരും വൈദികങ്ങളായിട്ടുള്ള സംസ്കാരത്തിന് എതിരാവാൻ തുടങ്ങി. പുരോഹിതന്മാർ മുഴുവനും രാജാക്കന്മാരെ ആശ്രയിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ബുദ്ധൻ രാജകുമാരനായിട്ടുള്ളതിനാൽ ബുദ്ധൻ മാറിയതോടുകൂടെ രാജാക്കന്മാർ മുഴുവനും ബുദ്ധനെ അനുവർത്തിക്കാൻ തുടങ്ങി. രാജാക്കന്മാർ ബുദ്ധനെ അനുവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ബുദ്ധൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അവർ അനുവർത്തിച്ചു. രാജാക്കന്മാർ ആശ്രയിച്ചു കഴിയുന്നതായിട്ടുള്ള പുരോഹിത വർഗം രാജാക്കന്മാർ പറഞ്ഞതുപോലെ ചെയ്യേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ഹൈന്ദവധർമ്മത്തിന് ഏറ്റവും ഒരു ഭംഗം അനുഭവപ്പെട്ടു, ഒരു ക്ഷയം അനുഭവപ്പെട്ടു. ഈ അപചയത്തിൽ നിന്നും മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദിശങ്കരൻ സന്യാസത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കിയത്, ഒരു സ്ഥാപനമാക്കിയത്. കാരണം അത്രയും സാംസ്കാരികമായിട്ട് അധപ്പതിച്ചു നാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് പ്രചരണോപാധികളൊന്നുമില്ല, ഇതുപോലുള്ളതായിട്ടുള്ള വൈദ്യുത ഉപകരണങ്ങളൊന്നുമില്ല, പ്രിന്റിംഗ് ഇല്ല. അപ്പൊ ജനങ്ങളിൽ ഈ ആശയങ്ങൾ എത്താൻ എന്ത് ചെയ്യണം? യാത്ര തന്നെ. ആദിശങ്കരൻ തന്നെ ഈ ദക്ഷിണദേശത്തിൽ നിന്നും മലകളും പുഴകളും കടന്ന് എത്രത്തോളം കഠിനമായ യാതനകൾ അനുഭവിച്ചിട്ടാണ് ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തിലോട്ട് അദ്ദേഹം പോയത്. പല ക്ഷേത്രങ്ങളിലും പൂജകളും മറ്റും നിന്നിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഇന്ന് ഞങ്ങൾ ബദരിയിൽ കാണുന്നതായിട്ടുള്ള വിഗ്രഹമുണ്ടല്ലോ, ബദരീനാരായണന്റെ വിഗ്രഹം. ഈ ബദരീനാരായണന്റെ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് ആദിശങ്കരൻ ആദ്യമായി ബദരിയിൽ പോകുന്ന സമയത്ത് ബുദ്ധ വിഗ്രഹമായിരുന്നു അത്രേ. ബുദ്ധൻ നമുക്ക് ഇന്നും സമാരാധ്യനാണ്. പക്ഷെ ബുദ്ധന്റെ അനുയായികൾ പലതും ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഹൈന്ദവധർമ്മത്തിന് ഹാനികരമായിട്ട്. നമ്മുടെ ജാതീയ സമ്പ്രദായങ്ങൾ, നമ്മളുടെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, പൗരോഹിത്യത്തിന്റെ ആധിപത്യം, സ്വജനങ്ങളെ ഈ പാരമ്പര്യത്തിൽ നിന്നും മാറ്റി നിർത്തുക, ഇങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതിനെല്ലാറ്റിനും ഒരു പ്രതിവിധിയായിട്ടാണ് ശ്രീബുദ്ധൻ വന്നത്. പക്ഷേ ബുദ്ധന്റെ അനുയായികളും ബുദ്ധന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിച്ചു. സ്വാഭാവികമായിട്ടും ബുദ്ധന് ശേഷം ഹൈന്ദവധർമ്മത്തിന് ഏറ്റവും വലിയൊരു അപചയം ഉണ്ടായി. ശ്രീ ബുദ്ധന് ശേഷം 1000 വർഷം കഴിഞ്ഞിട്ടാണ് ആദിശങ്കരൻ ഉണ്ടാവുന്നത്. ഇന്നത്തെ ഈ വർഷം നോക്കുമ്പോൾ ശരിക്കും ശ്രീ ബുദ്ധന്റെ കാലഘട്ടം 2500 വർഷം മുമ്പെയാണ്. ജീസസിന് 500 വർഷം മുമ്പേ. അതിന് 1000 വർഷം കഴിഞ്ഞിട്ടാണ് ശങ്കരൻ വരുന്നത്. ശങ്കരന്റെ കാലം കഴിഞ്ഞ് ഇപ്പോൾ 1200 വർഷമായി. അപ്പോൾ ഒരു യുവസൈന്യം തന്നെ ഉണ്ടാവണം.
ഗാർഹികമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുന്നതായിട്ടുള്ള സമയത്ത് അവർ സ്വതന്ത്രമായിട്ട് ഈശ്വര സാക്ഷാത്കാരം അവർക്ക് നേടാം. പക്ഷെ അതുകൊണ്ടായില്ല, ജനങ്ങളിൽ ഈ സംസ്കാരം എത്തണം, എല്ലാവരിലും ഇത് വ്യാപരിപ്പിക്കണം. അതുകൊണ്ട് ഈ ചുമതല ഏറ്റെടുക്കുന്നതായിട്ടുള്ളവർ യാത്ര ചെയ്യണം. ഇത് എല്ലാവരുടെയും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ബസനാമി സമ്പ്രദായത്തിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു യൂണിഫോം തന്നെ ഉണ്ടാക്കുന്നു. അവരെ പൂർണ്ണമായിട്ടും ഇതിൽ മുഴുകുന്നതിന് വേണ്ടി അവരുടെ ഐഡന്റിറ്റി തന്നെ മാറ്റുന്നു. അവർക്കൊരു വസ്ത്രം നിർദാനം ചെയ്യുന്നു, അവർക്ക് പേര് മാറ്റുന്നു. ഇങ്ങനെയാണ് 4 മഠങ്ങൾ അദ്ദേഹം 4 സ്ഥാനത്ത് സ്ഥാപിച്ചത്. ദ്വാരക, പുരി, ബദരി, ശൃംഗേരി, പിന്നീട് കാഞ്ചി. ഇതൊക്കെ 1200 വർഷമുള്ളതായിട്ടുള്ള ആചാരങ്ങളാണ്. എന്നിവിടെ 4 സ്ഥാനങ്ങളിലും ഉള്ളതായിട്ടുള്ള ധർമ്മത്തിന്റെ അപജയത്തിന് ഇവരായിരിക്കും ഉത്തരവാദി. അതുകൊണ്ട് ഇവർ എന്നും നടന്നു ചെന്ന് ജനങ്ങളെ എല്ലായിടത്തും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതായിരുന്നു ശങ്കരന്റെ ദർശനം. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ സ്വയം എല്ലാവരുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊക്കെ പേര് മാറ്റി. അദ്ദേഹത്തിന് ആരും പേര് മാറ്റിയിട്ടില്ല. ശങ്കരൻ അച്ഛനും അമ്മയും കൊടുത്ത പേര് തന്നെയാ ശങ്കരൻ. ശങ്കരാചാര്യർ നമ്മളെ കൂടെ വെച്ചു എന്ന് മാത്രം. അതിനാൽ വെറും ബാഹ്യപരമായിട്ടുള്ള വേഷങ്ങളിൽ ആണ് സന്യാസ ചിഹ്നങ്ങൾ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇത് തികച്ചും മാനസികമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ആ അവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ എന്താണ് സന്യാസം എന്ന് അദ്ദേഹം നിർവചിക്കുന്നു. അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ, കർമ്മഫലത്തെ പ്രതീക്ഷിക്കാതെയല്ല. നാം ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ഇപ്രകാരം അതിന്റെ ഫലം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, സ്വാഭാവികമാണ്. കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ കാര്യം കർമ്മ കരോതിയാഹ, ആരാണോ അവനവന്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നത്, സന്യാസി അവനാണ് സന്യാസി, സയോഗി അവനാണ് യോഗി. അതല്ലാതെ നിരഗ്നേഹി, അതായത് ഒരു ചടങ്ങ് നിർവഹിച്ചു എന്നതുകൊണ്ട് അഗ്നിയുടെ സാന്നിധ്യത്തിൽ ഞാൻ സമസ്തവും ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ചടങ്ങ് നിർവഹിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാവുന്നില്ല. മന്ത്രിമാരൊക്കെ അധികാരം ഏറ്റെടുക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. ഞാൻ പറയണ്ടല്ലോ ബാക്കിയുള്ള കാര്യം. ഭഗവാൻ പറയുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങല്ല. നിരഗ്നിഹി ചക്രിയ, വെറുതെ ഇരിക്കുന്നവനല്ല. എനിക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യേണ്ടതില്ല, സമയത്തിന് ഭക്ഷണം മാത്രം മതി, അത് പ്രവൃത്തിയുണ്ട്, ആ കർമ്മമുണ്ട്, ബാക്കി ഒരു കർമ്മമില്ല. അതല്ല സന്യാസം. വീണ്ടും ഭഗവത്ഗീത അവസാനിക്കുമ്പോഴും അർജുനൻ ഇത് ബോധ്യപ്പെടുത്തുന്നു. ഭഗവാൻ 18-ാം അധ്യായം തുടങ്ങുന്നത് വീണ്ടും സന്യാസത്തെ നിർവചിച്ചിട്ടാണ്. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു. സ്വാർത്ഥപരങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ പൂർണ്ണമായും ത്യജിക്കുന്നതാണ് അർജുന സന്യാസം. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം, ഇതാണ് സന്യാസം. അതായത് അഹങ്കാരവും അഹങ്കാര താല്പര്യങ്ങളെയും പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ആൾ ഇവിടെ എങ്ങനെ, ഏത് സന്ദർഭത്തിൽ, ഏത് വേഷത്തിൽ ഇരുന്നാലും വിരോധമില്ല, അദ്ദേഹം ഈശ്വരന് പ്രിയപ്പെട്ടവനാണ്. അതല്ലാതെ ഈ ആന്തരികമായ സംസ്കാരവും മനഃശുദ്ധിയും മൂല്യങ്ങളും ഇല്ലാതെ നിങ്ങൾ ഏത് വേഷം കിട്ടിയാലും ശരി, നിങ്ങൾ തന്നെ മാറില്ല എന്നർത്ഥം. ഏത് രൂപത്തിൽ വന്നാലും ശരി. കുറച്ചു കഴിയുമ്പോൾ അറിയും ആളുകൾക്ക് നിങ്ങൾ ആരാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അർജുനന്റെ ആ ചിന്തയെ ദൂരീകരിക്കുന്നു. അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ കർത്തവ്യകർമ്മങ്ങൾ ആരാണോ അനുഷ്ഠിക്കുന്നത്, സന്യാസി സയോഗി, അദ്ദേഹം തന്നെയാണ് സന്യാസി, അദ്ദേഹം തന്നെയാണ് യോഗി. അതായത് ഇവിടെ യോഗി എന്ന് പറയുന്നത് കർമ്മയോഗം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആൾ. ആ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവുന്നു. അന്ധക്കരണ ശുദ്ധി ഉണ്ടായാലോ ഞാൻ എന്നതായിട്ടുള്ള അഹങ്കാരം ഇല്ലാതാവും. അതുതന്നെയാണ് സന്യാസം. അപ്പോൾ കർമ്മത്തെ നിസ്വാർത്ഥമായി അനുഷ്ഠിക്കുന്നത് മാർഗവും, അഹങ്കാരത്തെ ഉപേക്ഷിക്കുന്നത് സന്യാസവും, ലക്ഷ്യവും. ഇപ്പോൾ മാർഗത്തിൽ ചരിക്കുന്നവൻ തന്നെയാണ് സന്യാസിയും യോഗിയും എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ അത് കൂടുതൽ വ്യക്തമാക്കുന്നു.
യം സന്യാസമിതി പ്രാഹുഃ യം സന്യാസമിതി പ്രാഹുഃ യോഗം തം വിദ്ധി പാണ്ഡവ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്ത സങ്കൽപഃ നഹ്യസന്യസ്ത സങ്കൽപഃ യോഗീ ഭവതി കശ്ചന യോഗീ ഭവതി കശ്ചന യം സന്യാസമിതി പ്രാഹുഃ യം സന്യാസമിതി പ്രാഹുഃ യോഗം തം വിദ്ധി പാണ്ഡവ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്ത സങ്കൽപഃ നഹ്യസന്യസ്ത സങ്കൽപഃ യോഗീ ഭവതി കശ്ചന യോഗീ ഭവതി കശ്ചന യം സന്യാസമിതി പ്രാഹോ. ഇതിനെ സന്യാസം എന്ന് മനസ്സിലാക്കിയാലും വീണ്ടും കൃഷ്ണൻ പറയുന്നു, താൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ രംഗങ്ങളിലും താൻ നിറഞ്ഞു നിൽക്കുന്നു. കുടുംബങ്ങളിലും രാജസദസ്സുകളിലും സമൂഹത്തിന്റെ മറ്റുള്ള രംഗങ്ങളിലും എന്തിനധികം യുദ്ധരംഗത്തും താൻ നിറഞ്ഞു നിൽക്കുന്നു. ബാഹ്യപരമായിട്ടുള്ള യാതൊരു ചിഹ്നവും അദ്ദേഹത്തിനില്ല. എങ്കിലും ആധികാരികമായി സന്യാസത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇതാണ് സന്യാസം എന്ന് മനസ്സിലാക്കൂ. യം സന്യാസമിതി പ്രാഹോ യോഗം തം വിദ്ധി പാണ്ഡവ. ഹേ പാണ്ഡവ, ഏതാണോ കർമ്മയോഗം, അതായത് ഏതൊരു രീതിയാണോ ഈശ്വര സമർപ്പണമായി നിങ്ങൾ ചെയ്യുന്നതായ കർമ്മം, അത് തന്നെയാണ് സന്യാസം എന്ന് മനസ്സിലാക്കൂ. നിസ്വാർത്ഥവും ഈശ്വര അർപ്പണവുമായിട്ടുള്ള കർമ്മ അനുഷ്ഠാനം തന്നെയാണ്, അതായത് കർമ്മയോഗം തന്നെയാണ് കർമ്മസന്യാസം. ഇതാണ് ശ്രീകൃഷ്ണന്റെ അഭിപ്രായം. യം സന്യാസമിതി പ്രാഹു യോഗം തം വിധി പാണ്ഡവ. ഇനിയോ നഹ്യസന്യസ്ത സങ്കൽപ യോഗി ഭവതി കശ്ചന. ആരാണോ നമ്മുടെ ഉള്ളിൽ സദാസമയവും ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാത്തത്, അസന്യസ്ത സങ്കല്പ, നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള വിചാരവികാരങ്ങളെ ആരാണോ ഉപേക്ഷിക്കാത്തത്, അങ്ങനെയുള്ള ആള് ന യോഗീ ഭവതി കശ്ചന, ഒരിക്കലും അദ്ദേഹം കർമ്മയോഗിയും ആവുന്നില്ല എന്നർത്ഥം. സങ്കല്പം എന്നുള്ള പദം സംസ്കൃതത്തിന്റെ ഒരു സംഭാവനയാണ്. പാശ്ചാത്യ സംസ്കാരത്തിന് നമ്മളുടെ മാംസതലത്തിൽ നിന്നും അതീതമായിട്ട് ചിന്തിക്കാൻ സാധ്യമല്ല. മറിച്ച് ഋഷീശ്വരന്മാരുടെ അപഗ്രഥനം വളരെ ശ്രേഷ്ഠമാണ്. കൽപ്പന എന്ന് വെച്ചാൽ ഭാവന എന്നർത്ഥം. സമ്യക് കൽപ്പന ഇത് സങ്കല്പ, നല്ലവണ്ണം ഭാവന ചെയ്യുക, വിഭാവനം ചെയ്യുക. അതില് നമ്മൾ ആരാണ് കേമന്മാർ എന്നങ്ങോട്ട് ഒരു പരീക്ഷണം നടത്തിയാൽ എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിൽ വരും. അല്ല, എല്ലാവരും കേമന്മാരാണ്. കാരണം മനക്കോട്ട ഉണ്ടാക്കുന്നതിന് ഒരു പ്രയാസവുമില്ല, മനോരഥത്തിൽ ചരിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. എന്തുവാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നാം എന്താണ് ഭാവിയിലായിത്തീരേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് സാധിക്കേണ്ടത് എന്നുള്ളതായൊരു ചിന്താപ്രവാഹം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാവണം, ഇങ്ങനെയാവണം, അത് ചിന്തിക്കണം, ഇതാണ് നമ്മളെപ്പോഴും ഒരു വിദൂരമായിട്ട് ലക്ഷ്യം നമുക്കുണ്ടാവും. ആ ലക്ഷ്യം നമ്മുടെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നത് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ആന്തരികമായിട്ട് നാം നേടേണ്ടതായിട്ടുള്ള ഒരു മനോസാമ്രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രായോഗികമാക്കുന്നതിന് മുമ്പേ തന്നെ വേറൊരു ചിന്ത വരികയും, അപ്പൊ ആദ്യത്തെ സങ്കല്പം എന്തായി മാറി. ആദ്യത്തെ സങ്കല്പത്തിനെ നിഷേധിക്കുന്നതിനെയാണ് വികൽപ്പം എന്ന് പറയുന്നത്. വിഗതോ കൽപ്പന. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് വൈകുന്നേരം 4 മണിക്ക് ചിന്തിച്ചു. പക്ഷെ 4:30 ആകുമ്പോഴേക്കും അത് പോയി. 4:30 വേറൊരു സങ്കല്പം വന്നു.
അത് 4:32 പോയി. വീണ്ടും വേറൊരു സങ്കല്പം വന്നു, അത് വീണ്ടും പോയി. അതായത് നാം തുടർച്ചയായി മനോരഥം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പുതിയ 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 ലക്ഷ്യങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നു. അത് ഇങ്ങനെയൊക്കെയാണ് നേടേണ്ടതെന്ന് ചിന്തിക്കുന്നു. ആ നേടിയതായിട്ടുള്ള സുഖം മാനസികമായി കണ്ടുകൊണ്ട് അതിൽ രമിക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ വേറൊരു സങ്കല്പം വരെയായി. ആദ്യത്തേത് ക്യാൻസൽ ചെയ്തു, പുതിയ സങ്കല്പം വന്നു. ഇങ്ങനെ അനുസ്യൂതം മനുഷ്യ മനസ്സിൽ നാം തന്നെ നമ്മളുടെ ഭാവനക്കനുസരിച്ച് ആന്തരികമായി നിർമ്മിക്കുന്ന രൂപകൽപ്പനകളാണ് സങ്കല്പ വികല്പങ്ങൾ. ഇതുകൊണ്ട് പ്രായോഗികമായിട്ടൊന്നും നേടാൻ പോകുന്നില്ല. മാത്രമല്ല, നാം ഭ്രമത്തിലാണ് ജീവിക്കുന്നത്. മറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നതായ സങ്കല്പം വന്നു കഴിഞ്ഞു എന്നിരിക്കട്ടെ, എങ്കിൽ ആ സങ്കല്പത്തെ പ്രായോഗികമാക്കാനുള്ള ആസൂത്രണം ചെയ്ത് അതിനെ പ്രായോഗികമാക്കുകയാണെങ്കിലോ, അപ്പൊ അത് വെറും സങ്കല്പമല്ല, ആ സങ്കല്പം സഫലീകൃതമാകുന്നു. ഈശ്വരന്റെ സങ്കല്പമാണ് ജഗത്. നിങ്ങളുടെ സങ്കല്പത്തിന്റെ പ്രായോഗികമാണ് സ്വപ്നം. അത് പ്രായോഗികമായി അങ്ങനെ ഒരു ലോകം ഉണ്ടാവട്ടെ എന്ന് നാം ഇച്ഛിച്ചു. ആ ഇച്ഛയ്ക്കനുസരിച്ച് നാം തീവ്രമായി അതുകൊണ്ട് ആ ചിന്ത തന്നെ, ഈ സ്വപ്നം തന്നെ ഉണ്ടാവും, വേറൊരു ചിന്തയില്ല. ഉടനെ തന്നെ അത് പ്രായോഗികമായി. അപ്പോൾ ഒരു ഇച്ഛ വന്നാൽ, ഒരു സങ്കല്പം വന്നാൽ, മറ്റുള്ള സങ്കല്പങ്ങൾ വന്ന് ഇതിനെ നിഷേധിക്കാതിരിക്കണം, എന്നാൽ അത് പ്രായോഗികമാവും. നാം ഒന്നും പ്രായോഗികമാക്കില്ല, സങ്കല്പങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ആണ് പൊതുവെ നാം ചെയ്യുന്നത്. ഇത് നമ്മളുടെ മാനസികമായ ഊർജത്തെ ഇല്ലാതാക്കുന്നു. ഓർമ്മിക്കുക, ശരീരത്തിന്റെ ഊർജം നമുക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ ഏതാനും കാലം കൊണ്ട് വീണ്ടെടുക്കാൻ സാധിക്കും. പക്ഷെ മാനസികമായിട്ടുള്ള ഊർജം നഷ്ടപ്പെട്ടാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് വീണ്ടും സമാഹരിക്കുന്നതിന്. മാനസികമായിട്ടുള്ള ഊർജം സമാഹരിക്കുന്ന കലയാണ് സങ്കല്പത്യാഗം. സങ്കല്പത്യാഗം എന്ന് വെച്ചാൽ ഒരു സങ്കല്പം പ്രായോഗികമാകുന്നത് വരെ വേറെ സങ്കല്പത്തിന് സ്ഥാനമില്ല എന്നർത്ഥം. മനോരഥങ്ങളിൽ മാത്രം ചരിക്കാതിരിക്കുക, മനോരഥത്തെ നിഷേധിക്കുകയല്ല, പക്ഷെ അതിൽ മാത്രം നിങ്ങൾ നിൽക്കരുത്. ഒരു സങ്കല്പം കഴിഞ്ഞ് വേറൊരു സങ്കല്പം, അത് കഴിഞ്ഞ വേറൊരു സങ്കല്പം, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയല്ലാതെ അതിൽ നാം പൂർണ്ണമായിട്ടും നമ്മെ സമർപ്പിക്കുന്നില്ല. ഈ സങ്കല്പ വികല്പങ്ങളെ കളയാതെ എന്നർത്ഥം, ഉപേക്ഷിക്കാതെ ഒരിക്കലും ആരും പൂർണ്ണതയിലെത്തുന്നില്ല. നമ്മൾക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ഒരേ ഒരു ആഗ്രഹം ഉണ്ടാവും, ഉറങ്ങണം 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 എന്നുള്ള ആഗ്രഹം. സ്വാഭാവികമായിട്ടും ആ ഉറങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം നാം പിടിച്ചു നിൽക്കണം. അത് സങ്കല്പമാണ്, ഉറങ്ങണം എന്നുള്ള സങ്കല്പം. അപ്പൊ ഇന്നത്തെ ഓർമ്മകൾ വരെ ഇപ്പോഴല്ല നമ്മൾ തന്നെ പറയുന്നു, ഇപ്പോഴല്ല. കാരണം ഇന്നത്തെ ഓർമ്മകൾ വന്നാൽ നമുക്ക് ഉറക്കം എന്നുള്ള സങ്കല്പത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ഓർമ്മകൾ വരുന്നു, ഇന്നലത്തെ ഓർമ്മകൾ വരുന്നു, മിനിയാനാളത്തെ ഓർമ്മകൾ വരുന്നു. ഇപ്പോഴില്ല, നാളെ രാവിലെ, മറ്റന്നാള്, നാളെ രാവിലെ എന്തൊക്കെ, അത് നാളെ ഇപ്പോഴല്ല. നാളത്തെ പ്രതീക്ഷകൾ വരുമ്പോൾ നിങ്ങൾ അതുമായി സഹകരിക്കുന്നില്ല. ഇന്നത്തെ ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾ അതുമായി സഹകരിക്കുന്നില്ല. അവിടെ മനസ്സിന് ശക്തി ഉണ്ടാകുന്നു, നിങ്ങൾ ഉറങ്ങുന്നു. കാരണം ആ സങ്കല്പത്തിന് ധാർഢ്യമുണ്ട്. സങ്കല്പദാർഢ്യം നമ്മെ പ്രായോഗികതയിലോട്ട് നയിക്കുന്നു, ഏത് രംഗമായി കഴിഞ്ഞാലും ശരി. പല മഹത് കാര്യങ്ങളും ലോകത്തിൽ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ആളുകൾ, വലിയ ബിസിനസ്മാൻമാർ, ഇൻഡസ്ട്രിയലിസ്റ്റ്,
രാഷ്ട്രീയ നേതാക്കന്മാർ, സമൂഹത്തിന്റെ പരിഷ്കർത്താവ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ സങ്കല്പദാർഢ്യമുള്ളവരായിരുന്നു. സ്ഥിരത, ചിന്തയിലുള്ള സ്ഥൈര്യം. അതിൽ വെല്ലുവിളികൾ വരും. നമ്മുടെ ചിന്തയെ അനവധി ആൾക്കാർ വിമർശിക്കും, ചോദ്യം ചെയ്യും. പക്ഷെ നമ്മുടെ ഉദ്ദേശശുദ്ധി നൈർമല്യമുള്ളതാണെങ്കിൽ അത് നടക്കും, നടന്നേ തീരൂ. കാരണം സത്യസങ്കല്പവാൻ എന്ന് പറയും. അത് സത്യമാണ്. ഈശ്വര സങ്കല്പങ്ങളൊക്കെ നടക്കുന്നു. കാരണം അത് സത്യസങ്കല്പത്തോട് കൂടിയിട്ടുള്ളതാണ്. അവരുടെ മനസ്സിലൊരു വിചാരം വരികയില്ല. അത് വന്നു വന്നിരിക്കട്ടെ, അത് പ്രായോഗികമാകുന്നു. അപ്പോൾ അലസമായി നമ്മുടെ മനസ്സിൽ കടന്നുകൂടി കിടക്കുന്നതായിട്ടുള്ള അസംഖ്യം നിരർത്ഥകങ്ങളായ സങ്കല്പ വികല്പങ്ങളെ ഉപേക്ഷിക്കാതെ ആർക്കും പൂർണ്ണതയിലെത്താൻ സാധ്യമല്ല. ഇന്നർ ഡിസിപ്ലിൻ, ഊർജത്തെ സമാഹരിക്കുക, ആന്തരികമായിട്ടുള്ള ഊർജത്തെ സമാഹരിക്കുക, ഇക്കണോമൈസിങ് ദ എനർജി. അത് ഏറ്റവും വലിയ ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ആ ഊർജത്തെ നാം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിനെ കുറിച്ചിട്ടുള്ള ബോധമുണ്ടായിരിക്കും. നാളെ മുതൽക്ക് വളരെ വളരെ ഹൃദ്യങ്ങളായിട്ടുള്ള ആശയങ്ങളാണ്. അതായത് നമ്മെ ഈശ്വരൻ നമുക്ക് തരുന്നതായിട്ടുള്ള ധ്യാന നിർദ്ദേശങ്ങളിൽ ഉപരി വേറെ ഏതെങ്കിലും നിർദ്ദേശമുണ്ടോ? ഞാൻ രാവിലെ ധ്യാനം പരിശീലിപ്പിക്കുമ്പോൾ പോലും ഇവിടെ പലതും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത്. എന്തുകൊണ്ടറിയോ? നേരിട്ട് നിങ്ങൾ ഈശ്വരനിൽ നിന്നും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് കൂടുതൽ ദാർഢ്യതയുണ്ടാവും. ഇതാണ് കൃഷ്ണൻ പറയുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലൊരു സാംശീകരണം ഉണ്ടാവും. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. നമസ്കാരം.